Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കുറച്ച് പേർക്കെങ്കിലും എന്നെ പരിചിതമായിരിക്കും. എന്നാലും ഞാനിപ്പോ റീസാൻസിന്റെ കുറച്ച് ലീവ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന്റെ പേരിൽ കയറുകയാണ്. ആർക്കെങ്കിലും എന്നെ പരിചിതമാണോ? No, ma'am. Yes, miss. ഓക്കെ, ലെക്ചേഴ്സുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ പരിചിതമായിരിക്കും. ഓക്കെ, എന്റെ പേര് സോളി. ഓക്കെ, അപ്പൊ എല്ലാവരും ഈസ്റ്റർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ? Good morning, ma'am. ഓക്കെ, അപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ മെയിൻ്റനൻസ് അല്ലെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അല്ലെ, മിസ് എടുത്തോണ്ടിരിക്കുന്നത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. എവിടെ വരെയാ എടുത്തു നിർത്തിയത്? Hospital maintenance pieces. അതുവരെ എടുത്തേക്കണം. അതുവരെയാണ് എടുത്തു നിർത്തിയിരിക്കുന്നത്. നമ്മള് കണ്ടായിരുന്നു ഇതുവരെയും മിസ് പഠിപ്പിച്ചതില്, അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഒക്കെ ടൈം ടു ടൈമിൽ തന്നെ അല്ലെ. നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ക്ലിയർ ആകുകയോ സ്പീഡ് കൂടുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. തീർച്ചയായിട്ടും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഞാൻ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്താ പറയുക, എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അവസരം തരും. എനിക്കറിയാം ചിലർക്ക് എന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും പുതിയതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം, മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അല്ലെ, നമ്മള് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലില് ധാരാളം മെയിൻ്റനൻസ് അല്ലെ, അത് എപ്പോഴും ഉണ്ടാവും. അത് ചിലപ്പോൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും, അതല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എന്തുമായി അല്ലെ, എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കും അല്ലെ. അതൊരു നമ്മള് ഫിക്സ്ഡ് ആയ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ കൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്ത് എവിടെയാണ് മെയിൻ്റനൻസ് എന്ന് അപ്ഡേറ്റ് ആയിട്ട് നോക്കി തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യണം അല്ലെ. അതല്ലെങ്കിൽ എവിടെയുമെങ്കിലും ബ്രേക്ക് ഡൗൺ ആവാൻ അല്ലെ, ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്മൂത്ത് വേക്ക് തടസ്സമാണ് മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് ചെയ്തു പോയില്ല എങ്കിൽ. നമുക്കറിയാം അത് ക്ലിയർ ആയിട്ട് എവിടെയാണോ ഫോൾട്ട് അത് കണ്ടെത്തിയിട്ട് അത് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോകും. തീർച്ചയായിട്ടും ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് കണ്ടായിരുന്നു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ നമുക്ക് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഇവിടെ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് തുടങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം എക്യുപ്മെന്റ്സ് അല്ലെ. ഇവിടെ ഹോസ്പിറ്റലിൽ ധാരാളം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്.
അത് കറക്റ്റ് ടൈമിൽ തന്നെ അത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്താൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട സേവനം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ? നമ്മള് ഓക്കെ. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ ഫ്ലോക്ക് എന്തെങ്കിലും തകരാറുകൾ അല്ലെ അതുണ്ടെങ്കിൽ അത് ആ ടൈമിലാണ് ജസ്റ്റ് അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എക്യുപ്മെന്റ്സിന് തകരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആണ് അല്ലെ. പേഷ്യൻസിനെ സംബന്ധിച്ച് ആ ഡിലേ ആവുന്ന ആ ടൈം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ടൈമുകളാണ്. അപ്പം അവിടെ ആ ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുക, അത് ആ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറ് നോട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ അല്ലെ എല്ലാ ഫംഗ്ഷനെയും തന്നെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ കൂട്ടി ചെറിയ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും കംപ്ലൈൻസുകൾ ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫോം ചെയ്ത് തീർച്ചയായിട്ടും അത് പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതില് പഠിക്കാനുള്ളത്. നോക്കാം. അതെ അതെ, സോളി മാം തന്നെയാണ്. നോക്കാം. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് ക്യാൻ ബി വെരി എക്സ്പെൻസീവ്. ഹൗവർ വെൽ മാനേജ്ഡ് മെഡിക്കൽ അസറ്റ്സ് ക്യാൻ റിമെയിൻ ഫങ്ഷണൽ ഫോർ അപ്വാർഡ്സ് ഓഫ് 2 decades. അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഏത് എക്യുപ്മെന്റ്സിനും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ വലിയ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് അല്ലെ ഒരുപാട് മുടക്ക് മുതൽ ഇറക്കിയിട്ടാണ് എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം തന്നെ നമുക്കത് കേടുകൂടാതെ അല്ലെ അതിന്റെ ഓപ്പറേറ്റിംഗ് ഫംഗ്ഷനിൽ നമുക്കറിയാം ചില ഇലക്ട്രോണിക്സ് ഒക്കെ വീടുകളിൽ നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ചെറിയൊരു കേടിന്റെ അല്ലെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റിന്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ അത് പരിഹരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങള് അത് നേരത്തെ കൂടി ഇൻഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യകളൊക്കെ ആ ഒരു മെഷീനിൽ അല്ലെ ആ ഒരു ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ് ഒരുപാട് നാള് നീണ്ടു നിൽക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് വർഷങ്ങൾ അല്ലെ പതിറ്റാണ്ടുകളോളം നമുക്ക് ഇത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ അല്ലെ നല്ല എക്സ്പെൻസീവ് ചെറുതായിട്ടാണെങ്കിലും എക്സ്പെൻസീവ് മുടക്കിയിട്ടാണെങ്കിലും നല്ല മാനേജിങ് രീതിയിൽ നല്ല കൺട്രോളബിൾ ആയിട്ട് തന്നെ എക്യുപ്മെന്റ്സിനെ കൈകാര്യം ചെയ്താൽ അത് വർഷങ്ങളോളം നമുക്ക് ഉപകാരപ്രദമാകും. Then it should make perfect sense to do everything you can to protect that investment and keep it running for a long time. അതുകൊണ്ട് തന്നെ ഇതില് പ്രധാനമായിട്ടും നമ്മള് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പെർഫെക്റ്റ് തന്നെ പൂർണ്ണമായ കൂടി തന്നെ അത് വീക്ഷിച്ചുകൊണ്ട് അല്ലെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീണ്ട നാളത്തേക്ക് ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അല്ലെ കുറച്ച് പോയിന്റ്സുകൾ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്ലൈ പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷർ. ഓക്കെ, അപ്പൊ അപ്ലൈ പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷർ എന്ന് പറയുമ്പോൾ നമ്മൾ സജീവമായിട്ടുള്ള മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണികളെല്ലാം അത് എപ്പോഴും തന്നെ അല്ലെ അത് മാനേജ്മെന്റ് തലത്തിൽ തന്നെ മെഷർ ചെയ്തിട്ട് എവിടെയാണ് ആ ഒരു സജീവം എവിടെയെങ്കിലും എററുകൾ വരുത്തുന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. യു ഡു നോട്ട് ഹാവ് ദ ലക്ഷറി ഓഫ് വെയിറ്റിംഗ് ഫോർ എക്യുപ്മെന്റ് ടു ബ്രേക്ക് ഡൗൺ ബിഫോർ ഷെഡ്യൂളിംഗ് മെയിൻ്റെനൻസ് വർക്ക്. അതായത് നമ്മൾ എപ്പോഴും ഒരുപാട് നാള് അല്ലെ നമ്മളിപ്പോ ഒരു മെഷീൻ കേടായി കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വസ്തുക്കൾക്ക് ചെറിയൊരു ട്രബിൾ അല്ലെ ഒരു ചിലപ്പോ ഒരു സ്പീഡ് കുറവോ അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഒരു ചിലപ്പോ സൗണ്ടിന്റെ വേരിയേഷനിലൊക്കെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അത് അപ് ടു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംതിങ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അല്ലെ. അങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ നമുക്കറിയാം ആ മെഷീൻ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇല്ലേ? ശരിയാണോ? ഓക്കെ, അതെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ എക്യുപ്മെന്റ്സ് അല്ലെ ഒരുപാട് നാളത്തേക്ക് നമ്മളത് വെയിറ്റ് ചെയ്യരുത്. നമുക്കൊരു ചെറിയ ലക്ഷണം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം ആ ഒരു ലക്ഷണത്തിന് എത്രയും പെട്ടെന്ന് അത് ഒരു സംതിങ് റോങ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്
അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ അത് തീർത്തും കംപ്ലൈന്റ് ആകുന്ന വരെയും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, അത് തന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, യു നീഡ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ഇഫ് ദ ബഡ്ജറ്റ് ഈസ് ടൈറ്റ്, ഫോക്കസ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അതായത് ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റ് അല്ലെ, ചിലപ്പോ സാങ്കേതിക കാര്യങ്ങൾ നമുക്കറിയാം, ചില വീട്ടിലെ ഇഷ്യൂസുകൾ അല്ലെ, നമ്മുടെ ഫിനാൻഷ്യലി സൗണ്ട് ഇച്ചിരി ഡൗൺ ആയിരിക്കുന്ന സ്റ്റേജിലാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിൽ ഇത്രയും എന്താ പറയാ, ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് എങ്കിൽ കൂടി മനസ്സിലായില്ല. അതെ, ഓക്കെ, ഇവിടെ പറയുന്നു യു നീഡ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ഇഫ് ദ ബഡ്ജറ്റ് ഈസ് ടൈറ്റ്, ഫോക്കസ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ഓക്കെ, സബ് നമ്പർ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന് നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബഡ്ജറ്റ് അല്ലെ, ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള സമയമാണെങ്കിൽ കൂടി അല്ലെ, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ആ ഒരു ചില കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ്. അത് താഴെ പറയുന്നുണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇഫ് യു ഹാവ് സം ക്യാഷ് ടു സ്പെൻഡ്, കൺസിഡർ ഇൻവെസ്റ്റിംഗ് ഇൻ പ്രെഡിക്റ്റീവ് ടെക്നോളജി. എന്തായാലും നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ, നമുക്ക് എല്ലാ കാര്യത്തിനും ഇൻഫോർമേഷൻസ് നേരത്തെ കിട്ടുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ്സിന് തകരാറ് ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടത് അല്ലെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞ മാതിരി നേരത്തെ കൂടി ഒരു സെൻസസ് അല്ലെ, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് അതിൻ്റെതായ സാധനങ്ങൾക്ക് ആ ടെക്നോളജിക്ക്, പ്രെഡിക്റ്റീവ് ടെക്നോളജിക്ക്, അതായത് മുൻകൂട്ടി നമുക്ക് ഒരു അനൗൺസ്മെന്റ്, ഒരു അലാം പോലെ തന്നെ അനൗൺസ് ചെയ്യുന്ന ടെക്നോളജി, അത് അതിൽ ആ എക്യുപ്മെന്റ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ സംതിങ് റോങ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നത് ജസ്റ്റ് നോക്കാം. കൺസിഡർ ദിസ്. What if told you that instead of your surgeon facing the unpleasant surprise of a faculty anesthesia machine just minutes before a surgical procedure, is it possible for the machine to have warned your maintenance team days or weeks before the surgery that it needs repairs? Yes, it sounds like silly, but that's the power of a predictive maintenance. ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട്, പ്രഡിക്റ്റീവിന്റെ ആ ഒരു അബ്രീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത് സർജന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെ, അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ആ ടൈമിൽ തന്നെയാണ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട മെഷീൻസിന് എന്തോ കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ആ ടൈമിലാണ് അല്ലെ, ഒരു അത് സമയത്താണ് നമ്മൾ ഈ പ്രോബ്ലം ഇത് വരിക എന്ന് പറയുന്നത് അല്ലെ. ഒരു സർപ്രൈസ് ആണ്, അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അല്ലെ. പേഷ്യന്റിനെ നമ്മൾ റെഡിയാക്കിയിട്ട് നിർത്തിയൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നിർത്തുന്ന ടൈമിലാണ് ഈ അനസ്തേഷ്യ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ട്രബിൾ അല്ലെ നമ്മൾ വിസിബിൾ ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടിയിട്ട് ഈ ഒരു വാണിംഗ് കിട്ടുന്ന എന്തെങ്കിലും സംതിങ് ഈ മെഷീനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫോം ചെയ്യാനായിട്ട് അല്ലെ, അതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ കൂട്ടി ഡേയ്സിനോ അല്ലെ ഒരുപാട് ആഴ്ചകൾക്ക് മുമ്പോ ഈ ഒരു മെഷീന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് അവരെ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. അവർക്ക് മെയിൻ്റെനൻസ് റിക്വയർമെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് ആ സമയത്തിന് എത്തിക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഇങ്ങനൊരു ഇൻഫോർമേഷൻസ് പറ്റുന്ന അല്ലെ, അത് തരാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഈ എക്യുപ്മെന്റിൽ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവർക്ക് അത് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഒരു എന്തെങ്കിലും സാർ ഇൻ കേസ് നമുക്ക് വീടുകളിലൊക്കെ അറിയാം, നമ്മള് അല്ലെ കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് അല്ലെ അത് നമ്മുടെ തീർച്ചയായിട്ടും അതിനൊരു അലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിങ്ങനെ അലാം അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ വാണിംഗ് ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ വെള്ളം തീർന്നതിന്റെയോ അല്ലെ നമ്മള് ആ ഒരു കറണ്ടിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ എടുക്കുന്ന ആ മെഷീനിൽ തന്നെ നമുക്കറിയാം ആ ഒരു വാണിംഗ് അവര് കാണിച്ചു, കിക്കി എന്നൊക്കെ സൗണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ സംതിങ് അല്ലെ, അവിടെ എന്തോ വെള്ളത്തിന് തീർന്ന കംപ്ലൈന്റ്, ആ എക്യുപ്മെന്റിന് എന്തോ എററാണ് അത് കാണിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി എക്യുപ്മെന്റിൽ ഈ സാങ്കേതികത്വം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പൊ ചെറിയൊരു ഫണ്ട് അല്ലെ നമ്മുടെ കയ്യിൽ
ഹോസ്പിറ്റലിന്റെ കയ്യിൽ ചെറിയൊരു ഫിനാൻസ് മുടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്യുപ്മെന്റ്സിൽ ഇങ്ങനെയുള്ള അലാം സെറ്റ് ചെയ്യുന്ന പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി മസ്റ്റ് ആയിട്ടും അതിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് അല്ലെ, പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസിന്റെ അബ്രിവേഷൻ PDM എന്നുള്ളത് പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് ആണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രവചനാത്മകമായ പരിപാലനം എന്നതാണ് അതിന്റെ ഉദ്ദേശം. പ്രവചനാത്മക പരിപാലനം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എക്യുപ്മെന്റില് നേരത്തെ കൂട്ടി സജ്ജീകരിക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തു പോകാം. എന്തെങ്കിലും സ്പീഡ് കൂടുകയോ മനസ്സിലാവാതെ വരികയോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഇൻ ദ സിംപ്ലസ്റ്റ് ടേംസ്, predictive management അല്ലെ, മെയിൻ്റെനൻസ്, predictive maintenance is a precautionary maintenance strategy ideal for high risk assets. അതായത് നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞു അല്ലെ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അസറ്റ്സ് നമുക്കറിയാം. എക്യുപ്മെന്റ്സ് ഭയങ്കര കോസ്റ്റ് മുടക്കിയിട്ടൊക്കെയാണ് അത്തരത്തിലുള്ള അസറ്റ്സുകളൊക്കെ മെഷീനറി ഒക്കെ ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് എന്നുള്ള ടെക്നോളജി ഒക്കെ അതിന് ഇൻക്ലൂഡ് ആക്കി തന്നെയാണ് അത് സെറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് കിട്ടും. Then it monitors the real-time condition of equipment through methods like vibration analysis and all alerts maintenance when there is a potential problem. അതായത് നമുക്ക് അറിയാം ചിലപ്പോഴൊക്കെ വൈബ്രേറ്റ് ചെയ്യും അല്ലെ, അപ്പൊ നമുക്കറിയാം ജെർക്ക് ചെയ്യുന്ന ഒരു മാത്രയിൽ തന്നെ മെഷീൻ എന്തോ സംതിങ് റോങ് ആയിട്ടുകൊണ്ടാണ് ഈ വൈബ്രേറ്റ് അനുഭവപ്പെടുന്നത്. അതല്ലെങ്കിൽ അലാം അത് സിഗ്നൽ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് എന്നുള്ള സമയത്ത് തീർച്ചയായിട്ടും ചിലപ്പോഴെങ്കിലും ബാറ്ററിയിലെ എന്തെങ്കിലും ഷോർട്ടേജോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ എന്തെങ്കിലും സംതിങ് റോങ് ആയിരിക്കും. അത് അലാം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്യുപ്മെന്റ് അല്ലെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനെ അത് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അത് ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കൊണ്ട് പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രോബ്ലം അല്ലെ, പെട്ടെന്നുള്ള ആ പ്രോബ്ലംസുകളെല്ലാം അത് ക്ലിയർ ആയിട്ട് അല്ലെ കറക്റ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ടു പ്രിവെന്റ് എക്യുപ്മെന്റ് ഫെയിലിയർ, എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം അല്ലെ, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. Then by doing so they have the required information to make timely interventions. അതായത് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ട സമയത്ത് നേരത്തെ നമ്മൾ കണ്ട മാത്രം സർജൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന മാത്രയിലല്ല അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ കുട്ടി അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ടൈമിൽ തന്നെ അവർക്ക് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റില് അപ്ലൈ proactive maintenance management measure. അതിൽ പ്രധാനമായിട്ടുള്ളത് പ്രഡിക്റ്റീവ് ടെക്നോളജി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് പറയുന്നത് പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ്, അതായത് നേരത്തെ കൂട്ടി മെയിൻ്റെനൻസ് നടത്താൻ സാധിക്കുന്നത്. ആ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവുക ഈ ഒരു അപ്ലൈ പ്രൊആക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റില് മെഷർ ചെയ്യുന്ന കാര്യത്തിൽ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിജിറ്റലൈസ്ഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് ആണ്. നമ്മള് പറഞ്ഞു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും അല്ലെ ഉണ്ട്. ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസിൽ പെടും, അതേമാതിരി തന്നെ എക്യുപ്മെന്റിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും എല്ലാം തന്നെ സ്മൂത്ത് ആയിട്ടൊക്കെ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ട് വരാൻ പാടില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നു അല്ലെ.
ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ റൺ ചെയ്ത് പോയാൽ മാത്രമാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ടൈം ടു ടൈമില് കാര്യങ്ങൾ പേഷ്യൻസിനൊക്കെ സേവനങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതും അങ്ങനെ തന്നെ ഒരു ഇതാണ്, പ്രധാനമായിട്ടും സ്റ്റോക്കിനെയാണ് അല്ലെ. അവിടെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഇൻവെന്ററി സ്റ്റോക്കുകൾ മെയിൻ്റെനൻസ് നടത്തേണ്ടതുണ്ട്. ഒന്നിനും ഷോർട്ടേജ് വരാൻ പാടില്ല എന്നാൽ നമുക്കറിയാം ഡേറ്റ് കഴിഞ്ഞ് അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ അവിടെ ഓവർ സ്റ്റോക്ക് ആയിട്ട് വരാനും പാടില്ല. കാരണം അത് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുന്ന സേവനത്തിന് രണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഇല്ലാതെ നമുക്ക് റിഫ്യൂസ് ചെയ്ത് അല്ലെ അനുസരിച്ച് പേഷ്യൻസിനെ പറഞ്ഞയക്കാനും പറ്റില്ല. ദെൻ എന്താണ്, നമുക്ക് ഓവർ സ്റ്റോക്ക് ആയിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞ സംഭവങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. അത് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഈ ഒരു മെയിൻ്റെനൻസിൽ വരുന്നത് ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. നോക്കാം, ലോജിസ്റ്റിക് പ്രോബ്ലംസ്, സപ്ലൈ ചെയിൻ bottlenecks, missing gadgets and unavailable spare parts are intolerable issues in hospitals. നിങ്ങൾ ലോജിസ്റ്റിക് പ്രോബ്ലംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോജിസ്റ്റിക്സ് ഇല്ല, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും? ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെ, നമ്മള് പേര് കേട്ടിട്ടുണ്ട്, ലോജിസ്റ്റിക് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സ് അതായത് ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സ് അതായത് പേഷ്യൻസ് അല്ലെ. നമുക്ക് ഹോസ്പിറ്റൽ പറയുമ്പോൾ പേഷ്യൻസ്. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എന്താണോ സാധനങ്ങൾ അല്ലെ, നമുക്ക് എവിടെ നിന്നാണോ ലക്ഷ്യത്തിൽ നമുക്കൊരു സാധനം, ഇപ്പൊ ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ എത്തിക്കുന്ന അല്ലെ നമ്മള് ഇതാണ്. അപ്പൊ ആ ഒരു സൗകര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ എന്തെങ്കിലുമൊക്കെ ട്രാക്കിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ എവിടെ നിന്നെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്ത് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു ടൈം വരെയൊക്കെ നമുക്കറിയാം. ഇപ്പൊ ചിലപ്പോ ഈ ഒരു സ്റ്റോക്ക് ചിലപ്പോ പറയാ ഷിപ്പിലൂടെ ആയിരിക്കും നമുക്ക് എത്തിച്ചു തരിക, അതായത് ട്രാവൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ ചിലപ്പോ ആണെങ്കിൽ എന്താണ് എയറോപ്ലെയിൻ അല്ലെ, ഏത് സൗകര്യത്തിലൂടെ പോയെങ്കിലും നമ്മൾക്ക് സ്റ്റോക്ക് ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ കൈകളിലേക്ക് എത്തും. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് അല്ലെ ഇ കൊമേഴ്സിന്റെ കാലഘട്ടമാണ്. അപ്പോ നമ്മൾ പറയുന്ന ഡേറ്റിൽ തന്നെ നമുക്ക് മൊബൈലിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാം, സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുകയും ചെയ്യും. അങ്ങനെ എത്തുന്ന ഒരു ട്രാക്കിന്റെ ഇടയ്ക്ക് ഒരുപാട് സംഗതികളുണ്ട് അല്ലെ. നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സംഭവം ടൈപ്പ് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കറക്റ്റ് ചെയ്ത് നമുക്ക് കണ്ടെത്തി അവിടെ ഇൻഫോം ചെയ്യും. അവിടെ ഇൻഫോം ചെയ്താൽ മാത്രമല്ല അവർക്ക് അത് അവിടെ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് അവര് ഓക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ തന്നെ സ്റ്റോക്ക് അവിടെ കാണിച്ചു തരും. അവൈലബിൾ സ്റ്റോക്കും അതിന്റെ വാലിഡിറ്റിയും അല്ലെ എല്ലാ സാധനങ്ങളും നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അത് ചൂസ് ചെയ്യുന്നത് അല്ലെ. അതിനിടയ്ക്കാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ആ ഒരു കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അത് എവിടെ നിന്നാണോ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നിർമ്മിക്കുന്നത്, ഉത്ഭവസ്ഥാനം മുതൽ പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുന്നത് വരേക്കുള്ള ആ ഒരു അല്ലെ ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലുള്ള സാധനങ്ങളുടെ സേവനങ്ങളുടെയും അനുബന്ധ വിവരങ്ങൾ അല്ലെ അതെല്ലാം ഉള്ള അടങ്ങിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന്റെ അത് ചിലപ്പോഴെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ നമ്മള് ബ്രേക്ക് ഔട്ട് ആവും, നമുക്ക് വേണ്ടാന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അറിയിക്കും. അപ്പൊ അവര് അതനുസരിച്ചിട്ട് തന്നെ ബ്രേക്ക് ഔട്ട് ആകും അല്ലെ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും ആ ട്രാക്കിലൂടെ തന്നെ ഒഴുകാം. അതായത് ഒരു സാധനം മാനുഫാക്ചറിന്റെ കൈകളിൽ നിന്ന്, ഉത്പാദകരുടെ കൈകളിൽ നിന്ന് കസ്റ്റമേഴ്സ് ആയ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നവരേക്കും നമ്മളൊരു ട്രാൻസാക്ഷൻസ് അല്ലെ പല പലതരം വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, പ്രൈസ് നോക്കുന്നുണ്ട്, അതേമാതിരി തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ലോജിസ്റ്റിക്കില് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതായത് ആ ട്രാക്കിൽ എന്തെങ്കിലും ഇതുകൾ വന്നു കഴിഞ്ഞാൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എത്താനായിട്ട് സാധിക്കില്ല അല്ലേ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വിതരണ ശൃംഖല അല്ലെ ആ ശൃംഖലയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്താൽ മാത്രമാണ് അവിടെ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ വരുന്ന പ്രോബ്ലംസ് ലോജിസ്റ്റിക്സ് പ്രോബ്ലംസ്, അതായത് അത് നല്ല മാനേജ്മെന്റ് ചെയ്യണം അല്ലെ.
കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് അവര് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് സാധനങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞ മാത്രമല്ല ഹോസ്പിറ്റലിലും നമുക്കറിയാം ഒരുപാട് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതും നമ്മൾ ചിലപ്പോ ഇങ്ങനെയൊക്കെയാണ് അല്ലെ, നമ്മളുടെ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമുള്ള സാധനങ്ങൾ സാമഗ്രികൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എത്തിക്കേണ്ടത്. അതേമാതിരി തന്നെ സപ്ലൈ ചെയിൻ ബോട്ടിൽനെക്സ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരു ട്രാക്ക് ഉണ്ട് അല്ലെ, വിതരണം ചെയ്യുന്ന ട്രാക്ക് അതും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. ഹോസ്പിറ്റലാണെങ്കിലും സേവനങ്ങള് പേഷ്യൻസിന് കൊടുക്കുന്ന രീതിയിലേക്ക് അവിടേക്ക് നല്ല രീതിയിൽ എവിടെ നിന്നാണോ മാനുഫാക്ചേഴ്സിന്റെ ഏത് ഉത്പാദകരുടെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്കറിയാം മസ്റ്റായിട്ടും ഹോസ്പിറ്റലിലേക്ക് അത് എത്തണം. എത്തിയിട്ട് വീണ്ടും എന്താണ് നമ്മളുടെ പേഷ്യൻസിന്റെ കൈകളിലേക്ക് അവരുടെ സേവനത്തിന് ആവശ്യമായ രീതിയിൽ അവർക്ക് സപ്ലൈ ചെയ്യും. അവിടെ എന്തെങ്കിലും ട്രാക്കുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഇലക്ട്രോണിക്സിന്റെ ഒരു നൂതന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും നമുക്കറിയാം ഈ പ്രോബ്ലംസ് ആണ് അല്ലെ. ഇപ്പൊ നേരിട്ട് പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല. ഇപ്പൊ ഇലക്ട്രോണിക്സ് അവിടെ ഈ പറഞ്ഞ മാതിരി ഇലക്ട്രോണിക്സിന്റെ പ്രാബല്യത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും മിസ്സിംഗ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനേജ് ചെയ്യണം. Unavailable spare parts are intolerable issues in hospitals. അതായത് നമുക്കറിയാം ചില വസ്തുക്കൾ അല്ലെ, നമ്മൾ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്ന സ്പെയർ പാർട്സ് നമുക്കറിയാം ചില എക്യുപ്മെന്റ്സിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതൃകയിലേക്ക് അതിന്റെ ചില എക്യുപ്മെന്റ്സ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് റിപ്പയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അതിന്റെ സ്പെയർ പാർട്സുകൾ അല്ലെ, അതിന്റെ സ്പെയർ പാർട്സുകൾ നമുക്ക് കിട്ടാതെയിരിക്കാം. പഴയ കാലഘട്ടം നമുക്കറിയാം, പുതിയ ഇന്നോവേറ്റീവ് ആയ കാലഘട്ടം ആയതുകൊണ്ട് ചില പഴക്കം വന്ന മെഷീൻസിന്റെ സ്പെയർ പാർട്സ് ചിലപ്പോൾ കിട്ടാൻ പറ്റാതെ വരും. അപ്പൊ അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂ തന്നെയാണ്. ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് ചിലപ്പോൾ ഒരു പക്ഷെ നേരത്തെ കൂടിയുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെന്നവരില്ല. അങ്ങനെ എന്തെങ്കിലും അല്ലെ ആ ഒരു ഇതില് എന്തെങ്കിലും എററുകൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് യുവർ ടീം ക്യാൻ കൺട്രോൾ പ്രോബ്ലംസ് ബൈ ഡൂയിങ് ദ ഫോളോയിങ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചില അല്ലെ കാര്യങ്ങളെല്ലാം ഇവിടെ നെക്സ്റ്റ് താഴെ പറയുന്ന രീതികളൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കറിയാം എക്യുപ്മെന്റ്സ് നമ്മുടെ സ്റ്റോറേജ് അല്ലെ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ മസ്റ്റായിട്ട് വേണം. പല സാമഗ്രികൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊക്കെ വേണം. ചിലതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെയൊക്കെ എററുകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ ചില മെറ്റീരിയൽസിന്റെ അല്ലെ സ്പെയർ പാർട്സുകളിലൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടാവാം. ചിലപ്പോൾ എന്താണ് ഇലക്ട്രോണിക്സ് സംബന്ധമായ ചില മിസ്സിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങളെല്ലാം എന്താണ് ഈ ഇൻവെന്ററിയെ എഫക്ട് ചെയ്യാം, ബാധിക്കാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഡിജിറ്റലൈസ് സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ് വിത്ത് capable CMMS or other inventory management software to prevent the stock up and wasteful excessive storage. എന്താണ് CMMS എന്ന് പറയുന്നത്? CMMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ നെയിം പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടായെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. CMMS എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോ അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഡിജിറ്റലൈസ്ഡ് സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ് വിത്ത് കേപ്പബിൾ CMMS എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിന്റെ മീനിങ്ങിൽ തന്നെ മനസ്സിലായി അല്ലെ. അതെന്താണ് ശരിക്കും മെയിൻ്റനൻസ് ജോലികളൊക്കെ ആസൂത്രണം ചെയ്യാനും നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനും വർക്ക് ഓർഡറുകളൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു മെയിൻ്റനൻസ് ഷെഡ്യൂള് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിലെന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഈ ഓരോ കാര്യങ്ങള് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മെയിൻ്റനൻസ് നടത്തേണ്ടതൊക്കെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഓർഡറുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അല്ലെ ആ ലോജിസ്റ്റിക് പ്രോബ്ലംസ് വല്ലതും വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ആ ഒരു ട്രാക്ക് ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ
അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ ട്രാക്ക് ഒക്കെ ശരിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലാനിങ്ങുകൾ വേണോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെയർ പാർട്സിനൊക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും നമ്മൾ നോക്കണോ, അല്ലെ അതിനെ പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള മറ്റ് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതിൽ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണ്, പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് വേസ്റ്റ്ഫുൾ എക്സസീവ് സ്റ്റോറേജ്, അല്ലെ. അപ്പൊ നമ്മള് സ്റ്റോക്കിന്റെ അല്ലെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലെ അധികമായിട്ട് വരുന്നുണ്ടോ, വേസ്റ്റ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കരുതി വെക്കേണ്ടതുണ്ടോ, മുൻകരുതലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു CMMS സോഫ്റ്റ്വെയറിലൂടെ നോക്കി ഇവാലുവേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ക്രിയേറ്റ് എക്സ്പോസ്റ്റീവ് അസേർട്ട് രജിസ്റ്റർ ആൻഡ് deploy tool tracking software to discourage theft, carelessness and prevent duplicate purchasing. അതായത് നമുക്കറിയാം ചിലപ്പോഴെങ്കിലും അല്ലെ ഈ വലിയ ഹോസ്പിറ്റലും സംഭവങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ എന്താണ് ഒരുപാട് അതുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെന്ററിയിൽ നമുക്കറിയാം അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റോക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാം, അല്ലെ ഏത് ഡേറ്റിലാണോ, ഏത് ആ ഡേറ്റും ടൈമും അല്ലെങ്കിൽ എന്ത് സംഭവമാണെന്നൊക്കെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്ത് പോകും. ഇൻ കേസ് ഇതിങ്ങനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും കളവുകളോ അല്ലെ എന്തെങ്കിലും അശ്രദ്ധകളോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗ് ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ സോഫ്റ്റ്വെയർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിസ്റ്റിക് പ്രോബ്ലത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പെയർ പാർട്സിന്റെ കുറവുകളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അത് പരിഹരിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗ് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധമായിട്ട് കൂടുതൽ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കുന്ന മാത്രയില് നമുക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, എന്തൊക്കെയോ തരത്തിൽ അല്ലെ എന്തെങ്കിലും കളവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ മസ്റ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലുകാർ മസ്റ്റ് ആയിട്ട് CMMS എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഇൻവെന്ററി ഒക്കെ കൈകാര്യം ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റോക്കില് അല്ലെ നമുക്ക് ഒരിക്കലും തടസ്സങ്ങൾ ഉണ്ടാവില്ല, അല്ലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ അത് നേരത്തെ കൂട്ടി കണ്ടെത്താനും അതിന് വേണ്ട പ്ലാനിങ്ങുകളും നടപടികളൊക്കെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് വേസ്റ്റ്ഫുൾ എക്സസീവ് സ്റ്റോറേജ് അല്ലെ CMMSന്റെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്കുകൾക്ക് അല്ലെ എത്രത്തോളം മുൻകരുതലെടുക്കാനും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേമാതിരി തന്നെ റേഡിയോ അല്ലെ 1-2 പോയിന്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരിക്കലും ആ രജിസ്റ്റർ നമുക്ക് കഥ സൂക്ഷിക്കാൻ കൃത്യമായിട്ട് രജിസ്റ്റർ രീതിയിൽ തന്നെ സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യമായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ചു പോകാട്ടോ. മെസ്സേജ് അയച്ചാൽ മതി. ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിലും മെസ്സേജ് അയച്ചു പോവാ. ഓക്കെയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റീസ് അസറ്റ്സ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. അതായത് നമുക്കറിയാം അല്ലെ രോഗിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും രോഗിക്കാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നത് അല്ലെ. പേഷ്യൻസിന് നല്ല ഒരു സേവനം കാഴ്ചവെക്കണം. ഹോസ്പിറ്റലിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതാണ് അല്ലെ. പ്രധാനമായിട്ടും ആ ഒരു എയിമോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ റൺ ചെയ്യുന്നത് അല്ലെ.
അപ്പൊ അവരെ സ്വാധീനിക്കുന്ന അതിന് അത് അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നതിന് പ്രയോറിറ്റീസ് മുൻഗണന കൊടുക്കണം. പ്രയോറിറ്റീസ് അസെറ്റ്സ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. പേഷ്യന്റിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റീസ് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫ്രോം വീൽചെയർസ് ടു ജനറേറ്റേഴ്സ്, certainly all your assets and equipment are important. However, there needs to be a clear value hierarchy. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വീൽ ചെയറിൽ അല്ലെ, വീൽ ചെയറോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ. ചിലപ്പോൾ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്ട്രക്ചറോട് കൂടിയും വീൽ ചെയറോട് കൂടിയൊക്കെയാണ് പേഷ്യൻസിനെ നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നത്. അത് മുതലേ നമുക്കറിയാം അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും ഉണ്ട്. വ്യത്യസ്ത സേവനങ്ങളുണ്ട്. ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, നഴ്സുമാരുടെ സേവനങ്ങളുണ്ട്, അതേമാതിരി തന്നെ വിവിധ എക്യുപ്മെന്റ്സിന്റെ സേവനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീൽ ചെയർ തുടങ്ങി അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ജനറേറ്ററിന്റെ ഉപയോഗം വരെ അതെല്ലാം എന്താണ് പേഷ്യൻസിന് അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് പേഷ്യൻസ് വീണ്ടും വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ. അല്ലെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും തീർച്ചയായിട്ടും അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക. Then it is only natural that more important assets like electric generators, life support machines, surgical laser machines, anesthesia machines, infant incubators, firefighting systems, etc. get more attention. അതായത് ഇവരുടെ സേവനങ്ങളിൽ നോക്കുമ്പോൾ എക്യുപ്മെന്റ്സ് എന്നുള്ള ഒരു കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഡോക്ടർമാരുടെ നഴ്സുമാരുടെ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്യുപ്മെന്റ്സ് എന്നുള്ള ഒരു പരിഗണന എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം വീൽ ചെയർ, ജനറേറ്റർ, ഇതെല്ലാം എക്യുപ്മെന്റിൽ പെടുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ് ആണ് ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ്. നമുക്കറിയാം ഡിഫിബ്രിലേറ്റർ പോലെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് അല്ലെ, നമ്മുടെ CPR അല്ലെ, അത് കറക്റ്റായ സമയത്ത് തന്നെ കൊടുക്കണം. രോഗിക്ക് അത് ലഭ്യമാകേണ്ട സമയത്ത്. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ വെന്റിലേറ്റർ യൂസ് ചെയ്യണം. അങ്ങനെ വ്യത്യസ്ത മെഷീൻസ് എല്ലാം ലൈഫ് സേവിങ് അല്ലെ, അത് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ആണ്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന മെഷീൻസ് ഒപ്പം തന്നെ എന്താണ് സർജിക്കൽ ലേസർ മെഷീൻ, വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട് അല്ലെ, സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഓപ്പൺ സർജറി, കീബോൾ സർജറി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലേസറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളും എല്ലാം വരുമ്പോഴും അത്തരത്തിലുള്ള മെഷീൻസിന്റെ ആ ഒരു അല്ലെ സേവനം കൂടി ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെല്ലാം ലഭ്യമാക്കേണ്ടതുണ്ട്. അനസ്തീഷ്യ മെഷീൻ, അതേമാതിരി തന്നെ അല്ലെ നമ്മുടെ ബോധപ്പെടുത്തുന്ന മെഷീൻസ്, ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് അല്ലെ ശിശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള ചൂടൊക്കെ പ്രദാനം ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ വളർച്ച കിട്ടുന്ന അവിടെ വരേക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീന്റെ സൗകര്യം അവർക്ക് ലഭ്യമാക്കണം. Then firefighting systems, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അപകട സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നില്ല, അഗ്നിശമന സേവനങ്ങളുടെ ഒരു സപ്പോർട്ടിങ് ആവശ്യമുണ്ട്. അതുവരെയും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനെല്ലാം ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിനും പ്രധാനമായിട്ടും അറ്റൻഷൻ, ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. Then that being said, the frequency of testing and inspection for each asset will ultimately depend on OEM recommendations, asset age and usage, operating conditions and compliance requirements. എന്താണ് OEM എന്ന് പറയുന്നത്? OEM നോട്ട് ചെയ്യാം, ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ. നമുക്കറിയാം ഈ മെഷീൻസുകളെല്ലാം ഒരുപാട് മെഷീൻസ് അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടി പറയാം, ഒറിജിനൽ എക്യുപ്മെന്റ്, അതായത് എന്ന് പറയുന്നത് ഒറിജിനൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത്. മാനുഫാക്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നിർമ്മാതാക്കൾ അല്ലെ. ഒറിജിനൽ എക്യുപ്മെന്റ് ഞാൻ ഇടയ്ക്ക് ഈ ഒരു അബ്രിവേഷന്റെ ഫോം പറയുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ എന്റെ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആർക്കെങ്കിലും ഫസ്റ്റ്ലി ഇതൊന്ന് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ടൈപ്പ് ചെയ്താൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫോം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കാം, ശ്രമിച്ചു നോക്കാം. അപ്പൊ അതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം OEM റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ്സിന്റെ നിർമ്മാതാക്കളുണ്ട് അല്ലെ, മാനുഫാക്ചേഴ്സ്, ഉത്പാദകരുണ്ട്. നമുക്കറിയാം മിക്കപ്പോഴും ഈ ഉത്പാദകര് ചിലപ്പോൾ വേണമെങ്കിൽ വിവിധ കമ്പനികളുടെ സ്പെയർ പാർട്സുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഉത്പാദനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ ഇത് നിർമ്മാതാക്കൾ അല്ലെ, ചിലപ്പോൾ ഈ എക്യുപ്മെന്റ്സുകളെല്ലാം ചില കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസ് അവരെന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതെല്ലാം അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, frequency of testing and inspections for each asset will ultimately depend on OEM recommendations as age and usage, operating conditions and compliance requirements. അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ മെഷീൻസുകളൊക്കെ ഉണ്ട് അല്ലെ, അത് ഒരുപാട് ചിലതൊക്കെ വർഷങ്ങളോളം പഴക്കം ഉള്ളതായിരിക്കാം, ചിലതൊക്കെ എന്താണ് ഒരുപാട് കാലപ്പഴക്കങ്ങൾ വന്നതായിരിക്കും, പക്ഷെ ചിലതൊക്കെ പുതിയതായിരിക്കാം, ചിലതിന്റെയൊക്കെ നേരത്തെ പറഞ്ഞു ചിലതിന്റെയൊക്കെ സ്പെയർ പാർട്സുകളൊന്നും കിട്ടാത്തതാവാം. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും മെഷീൻസുകളുടെ ഒക്കെ നമുക്കറിയാം വീൽ ചെയർ മുതല് അങ്ങനത്തെ ഫയർ ആൻഡ് സേഫ്റ്റി പ്രിപ്പറേഷൻസിനുള്ള എടുക്കുന്ന മെഷീൻസ് വരെ അത് പേഷ്യൻസിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്രദമാക്കേണ്ടതാണ്. അപ്പൊ ഇതിലെല്ലാം അതിന്റെയൊക്കെ കാലപ്പഴക്കവും കാര്യങ്ങളും ഉപയോഗങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോകേണ്ടതാണ്. There is a great guide on the prioritization of medical equipment and its management through its life cycle for those interested in learning more. അതായത് നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഹോസ്പിറ്റലുകാര് ഓരോ സാധനങ്ങളും ചില നമുക്കറിയാം എപ്പോഴും വീൽ ചെയർ ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ കാലപ്പഴക്കം വന്നാലും ചിലപ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തേണ്ടതുണ്ട് അല്ലെ. അത് പെയിന്റ് ഒക്കെ അടിച്ച് കുടപ്പനൊക്കെ ആക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീൻസിനാണെങ്കിലും ചിലപ്പോഴൊക്കെ റിപ്പയർ അല്ലെ ഒന്നുകൂടി ഒന്നെല്ലാം ക്ലിയർ ചെയ്ത് അപ്ഡേറ്റ് ആക്കി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എല്ലാം തന്നെ ഈ മറ്റേ OEM റെക്കമെൻഡേഷന് അനുസൃതമായിട്ട് തന്നെയായിരിക്കണം. അതായത് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു സ്പെയർ പാർട്ടുകളൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതൊക്കെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരിക്കണം. എന്തെങ്കിലും കേടുപാടുകളൊക്കെ നീക്കി കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അത് മെയിൻ്റെനൻസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യൻസിന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സേവനം കൊടുത്താൽ മാത്രമാണ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് വീണ്ടും അവര് സേവനത്തിനായിട്ട് വരികയും. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റില് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമ്മളിപ്പോ 2-3 പോയിന്റ്സുകളാണ് പ്രധാനമായിട്ട് എടുത്തത്. അടുത്തൊരു പോയിന്റും കൂടി എടുക്കാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഒരു പോയിന്റും കൂടി എടുത്തേക്കാം. കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്സ്. അതായത് നമ്മള് എന്താണെങ്കിലും അല്ലെ വിലയിരുത്തല് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് പ്രോബ്ലംസിനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എന്താണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. എവിടെയാണെങ്കിലും ഇപ്പൊ കുട്ടികളെ ആണെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ ടെസ്റ്റ് നടത്തി മാർക്ക് നോക്കിയാണെങ്കിൽ അവർ ഇച്ചിരി കൂടി നന്നായിട്ട് പിക്കപ്പ് ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇല്ലേ? ശരിയല്ലേ? എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഡിറ്റും അല്ലെ അവലോകനങ്ങളോ അസസ്മെന്റ് വിലയിരുത്തലുകളൊക്കെ വരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കാം. എൻകറേജ് ദ പ്രാക്ടീസ് ഓഫ് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് assessment of your hospital's maintenance performance.
അതായത് നമ്മളുടെ എന്തെങ്കിലും അല്ലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഇപ്പോൾ അതിന് പറയുന്നത്. ദിസ് വിൽ സെർവ് മെനി ബെനിഫിറ്റ്സ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ക്രിയേറ്റ് എ പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് കൾച്ചർ. അതായത് നമുക്കറിയാം എപ്പോഴും അല്ലെ സമഗ്രമായിട്ട് സജീവമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വർക്ക് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. എന്ത് സംഭവമാണെങ്കിലും കുത്തി വർഷങ്ങൾ അല്ലെ മാസങ്ങളൊക്കെ ശേഷം നമ്മളൊന്ന് വിലയിരുത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കംപ്ലൈന്റ് ആയിരിക്കും. മെഷീന്റെ കാര്യത്തിലും കംപ്ലൈന്റ് ആയിരിക്കും, സ്റ്റോക്കിന്റെ കാര്യത്തിലും കംപ്ലൈന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അല്ലെ റിപ്പയർമെന്റ് ആണെങ്കിലും സ്റ്റോക്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എന്തായിരിക്കും കംപ്ലൈൻസ് ആണ് കൂടുതൽ കാണിക്കുന്നത് അല്ലെ. അതേസമയം അപ് ടു ഡേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈൻസുകളൊക്കെ കുറവായിരിക്കും. അപ്പൊ എന്താ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ക്രിയേറ്റ് എ പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് കൾച്ചർ. ആ ഒരു നല്ല രീതിയിൽ ആ ഒരു സംസ്കാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ്. അതേമാതിരി തന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഓക്കെ. അപ്പൊ അവർ ഓക്കെ പുറത്ത് നിന്ന് ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചും എന്താണ് അവർക്ക് എന്താണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് അവർക്കും അത് സുഗമമായിട്ട് കാര്യങ്ങളല്ലേ നിറവേറ്റാനായിട്ട് മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്. അവർക്ക് വരുമ്പോഴും ഓക്കെ പുറത്തുനിന്ന് ഓഡിറ്റ് ചെയ്ത് പോകുമ്പോഴും അവരുടെ എക്സ്പെക്ടേഷൻസ് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ചിലപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റിൽ നടത്തുന്നത് എന്താണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഇച്ചിരികൂടിയും ഇംപ്രൂവ്മെന്റ് വരുത്തി കൂടുതൽ ലക്ഷ്യം നേടാനായിട്ട് അല്ലെ ഹോസ്പിറ്റലിന്റെ പേരും പദ്ധതിയൊക്കെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എക്സ്റ്റേണൽ ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷനിലേക്കും മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദെൻ കീപ് ട്രാക്ക് ഓഫ് പെർഫോമൻസ് മെഷർമെന്റ്. അതായത് നമ്മളെ സംബന്ധിച്ച് എന്താണ് നല്ലൊരു പ്രകടന അളവിന്റെ ട്രാക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെ. എത്രത്തോളം ഇപ്പൊ ആദ്യത്തെ തന്നെ പ്രാവശ്യം ഓഡിറ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് ഒക്കെ നടത്തിയപ്പോൾ ഇവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോയി, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്തു, എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാം നന്നായിട്ട് തന്നെ റൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നല്ല ഒരു അല്ലെ ട്രാക്ക് സൂക്ഷിക്കാനായിട്ട് അവിടെ എവിടെയാണ് ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ നേരത്തെ കൂട്ടി ചിന്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത് പ്രൊവൈഡ് റിലയബിൾ ഡാറ്റ ഫോർ ഓഡിറ്റേഴ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് എസ്പെഷ്യലി വെൻ എവറിത്തിങ് റെക്കോർഡഡ് ഇൻസൈഡ് എ CMMs. അപ്പൊ നമ്മൾ കണ്ടേയുള്ളൂ അല്ലെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡിന്റെ ആ ഒരു റെക്കോർഡിക്കലി നമുക്ക് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് നമ്മളെല്ലാം ഇവാലുവേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം ഡേറ്റ് അല്ലെ കഴിഞ്ഞ എന്തെങ്കിലും സംഭവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ ആണ് പ്രൊവൈഡ് റിലയബിൾ ഡാറ്റ ഫോർ ഓഡിറ്റേഴ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. അപ്പൊ ആ ഓഡിറ്റേഴ്സ് ആര് വന്ന് അല്ലെ നമ്മളിപ്പോ എക്സ്റ്റേണൽ ഓഡിറ്ററിനെ കൊണ്ടുവന്ന് വന്നാലും നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്നാലും അവരുടെ മുമ്പിൽ നല്ല ഒരു എവിഡൻസ് ആയിട്ട് അല്ലെ എല്ലാ ഡാറ്റകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ചിലപ്പോഴൊക്കെ കേസ് ഹോസ്പിറ്റലിലൊക്കെ സർജിക്കലായിട്ട് എന്തെങ്കിലും എററുകളൊക്കെ സംഭവിക്കുമ്പോൾ പറയാണ് അല്ലെ ആ മെഷീന്റെ കാലപ്പഴക്കം വന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് രോഗിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എവിഡൻസും കൂടിയാണ് അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്ത് പ്രോബ്ലംസ് എന്തെങ്കിലും തർക്കങ്ങൾ ഡിസ്പ്യൂട്ടുകൾ വന്നാലും അവരുടെ മുമ്പിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാം ഇന്ന മെഷീൻ ഈ കാലഘട്ടത്തിൽ എടുത്ത മെഷീനാണ്, ഇത് വീണ്ടും റിപ്പയർമെന്റും കാര്യങ്ങൾ ചെയ്തത് ഈ ഡേറ്റിലാണ് അല്ലെ. ഇതിലെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അല്ലെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന കമ്പനിയുടെ സംഭവങ്ങളൊക്കെയാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ഇൻഫോർമേഷൻസ് നമുക്ക് അവരുടെ മുമ്പിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് പറയുന്നത് ടൈം ടു ടൈമില് റെഗുലർ ആയിട്ട് ഓഡിറ്റ് അസസ്മെന്റ് നടത്തുന്നവർക്കാണ് നടത്തുന്ന ഹോസ്പിറ്റലിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായി വരുന്നത്, ഇത്തരം ബെനിഫിറ്റ്സുകളൊക്കെ വരുന്നത് എന്നാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം.
സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എങ്ങനെയുണ്ടെന്നൊന്ന് എനിക്ക് റിപ്പോർട്ട് തന്ന കൊള്ളായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ, സ്പീഡ് കൂടുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സ്പീഡൊന്നും ഇല്ല മാം, നല്ല ക്ലാസ് ആണ്. എന്തോ സ്പീഡൊന്നും ഇല്ല, നല്ലതാ. ഓക്കെ ആണ്, ആണതാ. നോക്കിയാണ്, മനസ്സിലാവുന്നുണ്ട്. മാമിന്റെ പേരൊന്ന് പറയോ? പേര് എന്റെ പേര് സോളി, SOLY, സോളി. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് പോവാറുണ്ടോ പോയിന്റ്സ്? ഓക്കെ, ഡിപ്ലോമയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പോകാറുണ്ടോ ക്ലാസ്സില്? കൂടുതൽ ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ഓക്കെ. PMMSന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം. ഞാൻ പറഞ്ഞ മാതിരി ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അപ്പൊ ചിലർക്കെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തു. CMMS ഞങ്ങള് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും മൊത്തത്തില് ഡിസോർഡർ ആകും. അതുകൊണ്ടാണ് അതിൽ ചെറിയ ചെറിയ ഇതുകൾ ഉണ്ടല്ലേ, കുറച്ച് അബ്രിവേഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അതും ബേസ് ചെയ്തിട്ടാണ് അത് മൊത്തം വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അബ്രിവേഷൻസ് പഠിച്ചു തന്നെ പോകണം. പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് PDM എന്നുള്ളത് ജസ്റ്റ് പറയുന്നുണ്ട്. അതേമാതിരി തന്നെ CMMS പറയുന്നുണ്ട്. തന്നെ എന്താണ് OEM പറയുന്നുണ്ട്. OEM ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചർ. പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ഇമ്പോർട്ടന്റ് ആയ മാറ്റർ തന്നെയാണ്. തന്നെ എന്താണ് നെക്സ്റ്റ് പേജിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ പ്രോബ്ലംസിനെല്ലാം പരിഹാരം കണ്ടെത്താനായിട്ട് അല്ലെ ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ പരിഹാരങ്ങളെല്ലാം ഈ ഒരു പ്രെഡിക്റ്റീവ് മാനേജ്മെന്റ് അല്ലെ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇതിൽ പറയുകയാണെങ്കിലും അല്ലെ നമ്മുടെ എയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് പ്രിവെന്റ് അല്ലെ ടു പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് ആൻഡ് വേസ്റ്റ്ഫുൾ എക്സസീവ് സ്റ്റോറേജ്. ഒരിക്കലും നമ്മൾ നേരത്തെ കൂട്ടി സ്റ്റോക്കുകളൊക്കെ മുൻകരുതലായിട്ട് സ്റ്റോക്ക് ചെയ്യണം. ഒപ്പം തന്നെ എന്താണ് എക്സസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെ അത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാനും പാടില്ല. നമ്മൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ സ്റ്റോക്കുകളൊന്നും അത് സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണ് അത് നോട്ട് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ബേസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രധാനമായിട്ടും ഈ ഒരു രീതി തന്നെയാണ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും എടുത്ത് ചോദിക്കുന്നത് കണ്ടേക്കുന്നത്. എന്തായാലും മോക്ക് ടെസ്റ്റ് ഞങ്ങളിട്ട് പോകുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഞാൻ കൂടുതൽ ഒന്നിച്ച് എടുക്കുന്നില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്.
അപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് തീർച്ചയായിട്ടും അടുത്ത പോയിന്റ് സ്റ്റാർട്ട് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് തീരില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ബസ്സിന് ഇച്ചിരി കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കയറാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നെയായിരിക്കും. പ്രീ സർവീസിന്റെ അവേഴ്സ്